ഇറാന്റെ ആണവ ചർച്ചകൾക്ക് നേരത്തെ നേതൃത്വം നൽകിയിരുന്നത് ലാരിജാനി ആയിരുന്നു. ശക്തമായി ഈ നീക്കങ്ങളെ എതിർത്തിട്ടുണ്ടായിരുന്നതും ലാരിജാനി ആയിരുന്നു. അതുകൊണ്ട് ലാരിജാനി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അർഹനല്ല. ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി കൂടിയായിരുന്ന ലാരിജാനിയുടെ വധത്തിന് പിന്നാലെ ഇറാനിൽ വൻതോതിൽ തന്നെയാണ് പ്രത്യാക്രമണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ഇറാന്റെ അധികാര ഇടനാഴികളിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. അലി ഖമനേയിക്ക് ശേഷം ഇറാനിലെ പ്രമുഖനായി അറിയപ്പെട്ട ഒരു വ്യക്തിയെ കൂടിയാണ് ഇസ്രയേൽ ഇപ്പോൾ കൊല ചെയ്തിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ ഏകദേശം 1000 കിലോമീറ്റർ വരെയാണ് ദൂരമുള്ളത്. ഈ സാഹചര്യത്തിലാണ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ, വ്യോമമേഖലയിലൂടെയുള്ള പഴുതുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇങ്ങനെ നിരവധി നേതാക്കളുടെ തലയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്ക് തമ്മിൽ അതിർത്തികളില്ല, പക്ഷേ വമ്പൻ ചാര ശൃംഖലയാണ് ഇതിനുള്ളിൽ അവർ നടത്തുന്നത്. ഇറാനുള്ളിൽ തന്നെ ഒരു വലിയ സൈന്യത്തെ ഇസ്രയേൽ പണ്ടേ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, പേജർ ആക്രമണങ്ങൾ 2 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത്. അന്ന് ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള നേതാക്കൾ അടക്കം കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അപകടം പറ്റുന്ന രീതിയിലേക്കൊക്കെ തന്നെ പോയപ്പോൾ എങ്ങനെയാണ് അതിനുള്ളിൽ ഇസ്രയേൽ നുഴഞ്ഞു കയറിയത്? ഈ തരത്തിൽ ഇറാനുള്ളിൽ തന്നെ പല ശാസ്ത്രജ്ഞരെയും പല സാഹചര്യങ്ങളിലും അവർ ആണവ സമ്പുഷ്ടീകരണം അതിൻ്റെ ആയുധ ഗ്രേഡിലേക്ക്, മിസൈൽ ഗ്രേഡിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവരുടെ ഒക്കെ തന്നെ തലയെടുക്കുന്ന രീതിയിൽ പ്രിസൈസ് അറ്റാക്ക് നടത്തുന്നത് എങ്ങനെയായിരുന്നു? ഇറാനുള്ളിൽ ഓരോ നേതാക്കളെയും എങ്ങനെ വകവരുത്തുന്നു? അവരുടെ A to Z കാര്യങ്ങൾ, അവർക്കുള്ള പ്രണയങ്ങൾ പോലും മൊസാദ് കണ്ടെത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ നേതൃത്വത്തിലെ പ്രമുഖരെയൊക്കെ തന്നെ ചാരപ്പണിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ കൊലപാതക പരമ്പരകൾ നടത്തിയതെന്നാണ് നിലവിൽ നമുക്ക് പല റിപ്പോർട്ടുകളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ നേതൃത്വവും ഇത് തുറന്ന് സമ്മതിക്കുന്നതാണ്. പല സാഹചര്യത്തിൽ തന്നെ ഇസ്രയേൽ ചാരന്മാരെന്ന് സംശയിച്ചുകൊണ്ട് ഇറാനിയൻ പൗരന്മാരെയും മറ്റ് രാഷ്ട്രങ്ങളിലെ പൗരന്മാരെയും ഒക്കെ തന്നെ പിടികൂടുന്നതും വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും ജയിലിലടയ്ക്കുന്നതും ഒക്കെ നാം കണ്ടതാണ്. മൊസാദിൻ്റെ സ്പൈ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്നാൽ അത് ഖമനേയിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് പറയുമ്പോഴാണ് അമ്പരപ്പ് ഏറെ വർദ്ധിക്കുന്നത്. ലോകം തന്നെ നടുങ്ങിയ സംഭവമായിരുന്നു എങ്ങനെയാണ് അലി ഖമനേയിയെ കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്ഥലം 1000 കിലോമീറ്ററുകൾക്ക് അകലെ ഇരുന്നു കൊണ്ട് ഇസ്രയേൽ കണ്ടെത്തിയത്. ഇത്ര കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഒട്ടും തന്നെ പിഴയ്ക്കാതെ കൃത്യം തലയെടുത്തത് എങ്ങനെ? പതിറ്റാണ്ടുകൾ നീർന്ന ചാരപ്പണിയായിരുന്നു, രഹസ്യാന്വേഷണ പ്രവർത്തനമായിരുന്നു ഇസ്രയേൽ നടത്തിയതെന്നുള്ളത് വ്യക്തമാണ്. ഏറെ നാളുകൾക്ക് മുന്നേ ഖമനേയിയുടെ തല നോട്ടമിട്ടതായിരുന്നു. ആധുനികമായ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി തന്നെ ഇസ്രയേൽ ഈ നേട്ടം കൈവരിച്ചു. ഹാക്കിംഗ് സാധ്യതകളൊക്കെ തന്നെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തി. നമുക്കറിയാം, ട്രാഫിക് ക്യാമറകൾ പോലും ഇസ്രയേൽ നിരീക്ഷണത്തിലായിരുന്നു. ഖമനേയിയുടെ വകവരുത്തലിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയുടെ മൊസാദിനേക്കാൾ അമേരിക്കയുടെ ചാരസംഘടനയായിട്ടുള്ള CIA ആണെന്നുള്ള റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നിരുന്നു. മൊസാദ് ഇത്രയും നാൾ അവർ ശേഖരിച്ച ഫീഡ് കൊടുക്കുകയും CIA അത് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. CIA ഏറെ മാസങ്ങളായി ഖമനേയിയുടെ നീക്കങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ടെഹ്റാനിലെ സുരക്ഷിത കേന്ദ്രത്തിൽ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ഖമനേയി നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്ന വിവരം CIA ഇസ്രയേലിന് കൈമാറി. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ നേരത്തെ തന്നെ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹാക്ക് ചെയ്ത വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ദിവസേനയുള്ള യാത്രകൾ, ആരെയൊക്കെ കാണുന്നു, ആരൊക്കെ പോകുന്നു, ഇങ്ങനെയുള്ള സകലമാന വിവരങ്ങളും കണ്ടെത്തിയിരുന്നു. ഖമനേയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോലും ഇവിടെ പാർക്ക് ചെയ്യുന്നുവെന്നും അവർ എന്തൊക്കെയാണ് ഓരോ ദിവസവും അവരുടെ ഡ്യൂട്ടി പ്രോട്ടോകോൾ എന്നതടക്കം ഇസ്രയേൽ നിരീക്ഷിച്ചു കഴിഞ്ഞു. വാഹന ഗതാഗത നീക്കങ്ങൾ കണ്ടെത്തി തത്സമയം മനസ്സിലാക്കി ഖമനേയി എങ്ങനെ സഞ്ചരിക്കണമെന്ന് പോലും ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ തന്നെ തീരുമാനിക്കുന്ന രീതിയിലായി. മൊബൈൽ ഫോൺ ശൃംഖലകളിലൂടെയൊക്കെ തന്നെ നുഴഞ്ഞു കയറി ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന സംഭാഷണങ്ങളെ ചോർത്തിയെടുത്തു. വൻതോതിലുള്ള ഡേറ്റ വിശകലനം ചെയ്ത് കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി അവർ പദ്ധതി ആവിഷ്കരിച്ചു. രാത്രിയിലാണ് ഈ ആക്രമണം നടത്താറുള്ളതെങ്കിലും രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പകല് തന്നെ നടത്തണമെന്ന് തീരുമാനിച്ചു. അവിടെ തന്നെയാണ് ഇറാനും പിഴച്ചത്. രാത്രി ആക്രമണമായിരിക്കും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് കരുതിയെങ്കിൽ പോലും രാത്രികാലങ്ങളിൽ നേതാക്കൾ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിൽ മാറും, അതല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉറങ്ങാൻ തിരഞ്ഞെടുക്കും. പക്ഷേ പകൽ സമയം
ഒരു 9:40 എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും ഒരുപക്ഷെ അവരുടെ പക്കൽ ഉണ്ടാകില്ല. കൃത്യമായ വിവരം കിട്ടിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക മീറ്റിങ്ങിനായി പോകുന്നു. ഈ വിവരം ഇസ്രയേലിനും CIA-യും വേണ്ട രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി. എല്ലാവരും ഒരേ സ്ഥലത്തെത്തുന്നു എന്ന് മനസ്സിലാക്കി. രാത്രിയേക്കാൾ നല്ലത് പകൽ സമയം തന്നെയാണ്. ഡ്രോണുകൾക്കും സാറ്റലൈറ്റുകൾക്കും ലക്ഷ്യസ്ഥാനം കൂടുതൽ വ്യക്തമായി നിരീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കി ഖമനയുടെ സുരക്ഷാ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്തുവെന്ന് നിരീക്ഷിച്ച് അദ്ദേഹം കെട്ടിടത്തിനുള്ളിലാണോ അല്ലയോ എന്നുള്ളത് വ്യക്തത വരുത്തിയാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. രാത്രി നടത്തുന്ന വ്യോമാക്രമണം അങ്ങനെ പകൽ നടത്താനായി തീരുമാനിച്ചു. എന്തുകൊണ്ട് പകൽ ഇത്രയും ഭീകരമായ ഒരു ആക്രമണം നടത്തിയെന്ന് ചോദിച്ചാൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയായിരുന്നു. ഇറാനെ ഞെട്ടിക്കലായിരുന്നു ലക്ഷ്യം. പ്രതിരോധ സംവിധാനങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത്. മൊസാദിൻ്റെ ചോർത്തൽ അതുതന്നെയായിരുന്നു ഇതിൽ നിർണായകമായി മാറിയത്. ആ ആക്രമണത്തിൽ തന്നെയായിരിക്കണം മുസ്തഫ ഖമനേയും രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കാലടക്കം അറ്റുപോയി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ തന്നെ ഖമനയുടെ ഏറ്റവും അടുത്ത സൗഹൃദ വലയങ്ങളിൽ പോലും ഇസ്രയേൽ ചാരന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. കൃത്യമായ വിവരം. ഖമനയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ളൊരു മിലിറ്ററി കമാൻഡർ തന്നെ പുറത്തുവിട്ടുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത്. ഖുദ്സ് ഫോഴ്സ് തലവനായിട്ടുള്ള ഇസ്മായിൽ ഖാനിയെ ഇറാൻ തടങ്കലിലാക്കിയതായും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഇറാനുള്ളിൽ തന്നെ അങ്ങനെ ഒരു രഹസ്യ സൈന്യത്തെ ഇസ്രയേൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. മൊസാദിൻ്റെ അതിശക്തമായ ചാര ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകളായി ഇറാനിൽ തമ്പടിച്ചിട്ടുള്ള ഇസ്രയേലിൻ്റെ രഹസ്യ സൈന്യം സൈനിക കേന്ദ്രങ്ങളിലും ആണവ പദ്ധതികളിലും ഒക്കെ തന്നെ നുഴഞ്ഞു കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന് തന്നെ അത് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഇസ്രയേൽ നേരിട്ട് അയക്കുന്ന ഉദ്യോഗസ്ഥരെക്കാൾ ഉപരിയായി ഇറാനിലെ പ്രാദേശിക പൗരന്മാരെ, പ്രാദേശിക നേതാക്കളെ, ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ മൊസാദ് ഈ വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഭരണകൂടത്തോടെ എതിർപ്പുള്ള നിരവധി ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഇറാനിലെ കുർദുകൾ, ബലൂച്ചികൾ, അതുകൂടാതെ മറ്റ് ന്യൂനപക്ഷങ്ങൾ. ഇവരെയൊക്കെ തന്നെ കൃത്യമായി മൊസാദ് കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുന്നു. വിമത ഗ്രൂപ്പുകളെ അവിടെ സൃഷ്ടിക്കുന്നു. ഇറാനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര വിഷയത്തിനുള്ള തിരികൊളുത്തുന്നു. സുരക്ഷാ ഏജൻസികൾക്കുള്ളിൽ പോലും ചാരന്മാരെ മൊസാദ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.